നാളെ മഹ്ശറിൽ 10 വിരലുകൾ കടിക്കുന്ന രംഗമാണ്. ഞാനിപ്പോ ഒരു ഹദീസ് വായിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു. അടുത്തൊരു ഹദീസ് കേട്ടോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താടി വടിച്ചുകൊണ്ട് മഹ്ശറിലേക്ക് വരുന്നവരുടെ മുഖത്ത് നോക്കുകയില്ല. താടി വടിച്ച് മഹ്ശറിലേക്ക് വന്നവന്റെ മുഖത്ത് പുന്നാര മുത്തുനബി നോക്കൂല. 110 ഹജ്ജ് ചെയ്തവനാണെങ്കിലും കഅബത്തിന്റെ ഖില്ല പിടിച്ചവനാണ് എങ്കിലും മദീന മുനവ്വറയിൽ കാലുകുത്തിക്കൊണ്ട് റൗദാ ഷരീഫിൽ ഇരുന്ന് ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലി കണ്ണീരൊടുക്കിയവനാണ് എങ്കിലും താടി വടിച്ചുകൊണ്ടാണോ റബ്ബിന്റെ അരികിലേക്ക് എത്തിയത്? താടി വടിച്ച സമയത്താണോ നാട്ടുകാരെ മരിച്ചത്? എന്നിട്ടാണോ റബ്ബിന്റെ അരികിലേക്ക് എത്തുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ മുഖത്ത് നോക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അന്ന റജുലൻ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന റജുലൻ മിനൽ മജൂസ്, ഒരു മനുഷ്യൻ ജാഅ ഇലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അരികിലേക്ക് വന്നു. വഖദ ഹലഖ ലഹിയതഹു, അവന്റെ താടി കളഞ്ഞിട്ടുണ്ട്. മജൂസിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനല്ല. പക്ഷേ നബി തങ്ങളുടെ അരികിലേക്ക് താടി വടിച്ചു വന്നു. വഅതാല ശാരിബഹു, അവന്റെ മീശ നീട്ടി വളർത്തിയിട്ടുമുണ്ട്. ഫഖാല ലഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ആ മനുഷ്യനോട് പറയുന്നു, മാ ഹാദാ, ഇതെന്താണ് മോനെ, എന്താണ് കരളെ? ചെറുപ്പക്കാരല്ലേ, മര്യാദപ്പെട്ടവരായേക്കാം, എന്താണ് മോനെ? ഉടൻ അവൻ പറയുന്നു, ഹാദാ ദീനുനാ, ഇത് ഞങ്ങളുടെ മതമാണ് നബിയേ. ഞങ്ങളുടെ മതത്തിൽ താടി വടിക്കുന്നു, മീശ വളർത്തുന്നു. താടി വടിക്കുകയും മീശ നീട്ടുകയും അത് ഞങ്ങളുടെ മതത്തിൽ പെട്ടതാണ് നബിയേ. ഇത് പറയുമ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവരിക്കുകയാണ്, ലാകിൻ ഫീ ദീനിനാ, മോനെ ഞങ്ങളുടെ മതത്തിൽ, പരിശുദ്ധ ദീനാകുന്ന സുന്ദര മതത്തിൽ, പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്ദര മതത്തിൽ ഞങ്ങളുടെ മതത്തിലുള്ളത് അൻഉഫിയ ശവാരിബ, മീശവെട്ടലാണ്. വഅൻഉഫിയ ലഹിയ, താടി വളർത്തലുമാൻ.